പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ കേട്ടിട്ട് പരീക്ഷ ഇതാ തൊട്ട് മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ അവസാന നിമിഷത്തിൽ പഠിക്കുന്ന പ്രത്യേകിച്ചും ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടി ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സൈക്കോളജിയുടെ ചോദ്യങ്ങളിലൂടെയാണ്. അപ്പൊ ഇതിന്റെ മുമ്പത്തെ വീഡിയോസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിലുണ്ട്, പോയി നിങ്ങൾ കാണുക, അതൊക്കെ ഉപയോഗപ്പെടുത്തുക. എന്തായിരുന്നാലും ഈ പ്രാവശ്യം തന്നെ എന്ത് ചെയ്യണം, കേട്ടിട്ട് നേടിയെടുക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 121ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഡിസ്കഷനിലേക്ക് വരുന്നത്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഈ ആദ്യം പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പൊ ഈ അടുത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു എക്സാമിന്റെ സർവീസിലുള്ള ടീച്ചേഴ്സിന് നടന്നിട്ടുള്ള കേറ്ററ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് അത് നോക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. കാരണം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ തന്നെ കുറേയൊക്കെ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്കത് പറ്റുന്നുണ്ടോ നോക്കാം. ഓക്കെ, ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ നോയൽ ശാസ്ത്രത്തിലും ഗണിതത്തിലും മികവ് പുലർത്തുന്നു, എന്നാൽ സാമൂഹിക ഇടപെടലുകളിൽ ബുദ്ധിമുട്ട് നേരിടുന്നു. ഗാർഡനറുടെ അഭിപ്രായത്തിൽ ഈ കുട്ടിക്ക് ഡാഷ് എന്താണുള്ളത്? അപ്പൊ ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നും ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഇന്റലിജൻസ് ആണ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചു നോക്കണം കേട്ടോ. ഇന്റലിജൻസ് തിയറിയിൽ തന്നെ കേറ്ററ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന, കേറ്ററ്റ് പരീക്ഷയ്ക്ക് മാത്രമല്ല ഇനി മറ്റേ PSC എടുത്തായിരുന്നാലും LP UP ഒക്കെ എടുത്തായിരുന്നാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഏരിയയാണ് ഗാർഡനറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, നോയലിനുള്ള കഴിവ് ശാസ്ത്രത്തിലും ഗണിതത്തിലുമാണ് കേട്ടോ. ഗണിതം ഉണ്ട് അതിനകത്താണ്, അതുപോലെ ശാസ്ത്രം ഉണ്ട്. ഇപ്പൊ ഗണിതം ഏതാണ് വരുന്നത്? ഗണിതം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ട, സ്ട്രോങ് ശക്തമായ ഗണിത യുക്തി ചിന്താ ബുദ്ധിയുണ്ട്, ശക്തമായ അസ്തിത്വപര ബുദ്ധിയുണ്ട്, ശക്തമായ പ്രകൃതിപര ബുദ്ധിയുണ്ട്, ശക്തമായ വ്യക്തിയാന്തര ബുദ്ധിയുണ്ട്. നമുക്കറിയാം, ഇനി ഒരു ഇതിന്റെ ആവശ്യമില്ല. ഗണിതം എന്ന് കേൾക്കുമ്പോൾ അവിടെ ഉണ്ട് ലോജിക്കൽ അല്ലെ, മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ആണ്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ A ആണ് കേട്ടോ. ഈ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണിത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതേപോലെ നിങ്ങൾക്ക് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം കേട്ടോ. ശിശു കേന്ദ്രീകൃത അഥവാ ലേണേഴ്സ് സെന്റേർഡ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് താഴെ കൊടുത്തിരിക്കുന്ന യോജിച്ച ഉദാഹരണം ഏതാണ്? ഒരു ലേണേഴ്സ് സെന്റേർഡ് ആയിട്ടുള്ള, ലേണേഴ്സ് സെന്റേർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുട്ടികൾക്കാർക്കും അവിടെ റോൾ ഉണ്ടാകുന്നത് അല്ലെ, കുട്ടികൾക്കാണ് റോൾ ഉണ്ടാകുന്നത് അല്ലെ. മറ്റേ ടീച്ചർ സെന്റേർഡ് ആകുമ്പോൾ ടീച്ചർമാർക്കായിരിക്കും റോൾ ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആ വിദ്യാഭ്യാസ രീതി താഴെ കൊടുത്തിരിക്കുന്നതിൽ യോജിച്ച ഉദാഹരണം ഏതാണ്? നമുക്ക് ഓരോന്ന് വായിച്ചു നോക്കാം. കുട്ടികൾക്ക് റോൾ ഉള്ള എന്നുള്ള പോയിന്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരാം കേട്ടോ. അധ്യാപകൻ ഉറക്കെ വായിക്കുന്നു, നിശബ്ദരായ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്നു. അത് കുട്ടികൾക്ക് റോൾ ഉണ്ടോ? ഇല്ല, കുട്ടികൾ സൈലന്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോ ഓപ്ഷൻ A ശരിയല്ല, ഓപ്ഷൻ A ശരിയല്ല. then അടുത്ത് നോക്കിയേ, അക്ഷരവിന്യാസം മനഃപ്പാഠമാക്കുന്നു അല്ലെ, അതും ശരിയല്ല, പ്രത്യേകിച്ചൊരു റോൾ ഇല്ല അവിടെ അല്ലെ. then അടുത്തത് കുട്ടികൾ ബോർഡ് നോക്കി ഉത്തരങ്ങൾ പകർത്തി എഴുതുന്നു. ഇപ്പോഴത്തൊക്കെ ശാസ്ത്ര പ്രൊജക്ട് ചെയ്യാൻ കുട്ടികൾ കൂട്ടമായി ജോലി ചെയ്യുന്നു കണ്ടോ. അപ്പോ ലേണേഴ്സ് സെന്ററിൽ കുട്ടികൾക്കാണ് റോള്, അവരെപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കും അവിടെ. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ C ആണ്. ശാസ്ത്ര പ്രൊജക്ട് ചെയ്യുവാൻ കുട്ടികൾ കൂട്ടമായി ജോലി ചെയ്യുന്നു എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഒരു കുട്ടിയുടെ പഠനത്തെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകം ഏതാണ്? ഒരു കുട്ടിയുടെ ലേണിങ്ങിനെ സ്വാധീനിക്കുന്ന വ്യക്തിപരമായ ഘടകം. അല്ലാത്ത ഘടകങ്ങളുണ്ട്, പക്ഷേ ഇവിടെ ചോദിച്ചിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഘടകം. ഇതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? നിങ്ങൾ വിചാരിക്കും ഇത്ര സിമ്പിൾ ആണെന്ന്. അതെ, ഇത് ക്വസ്റ്റ്യൻ ഇപ്പൊ കേറ്ററ്റിന് വന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. സ്കൂൾ സൗകര്യങ്ങൾ, അധ്യാപന മാർഗങ്ങൾ, സമപ്രായക്കാരുടെ സ്വാധീനം, കുട്ടിയുടെ അഭിപ്രേരണയുടെ നിലവാരം. ഒരു വ്യക്തിഗതയാണ്. സ്കൂൾ സൗകര്യങ്ങൾ വ്യക്തിഗതയാണോ? അല്ല. അധ്യാപന മാർഗങ്ങളോ അല്ല. സമപ്രായ സ്വാധീനമോ അല്ല. പിന്നെന്താണ്? കുട്ടിയുടെ അഭിപ്രേരണയുടെ നിലവാരം, മോട്ടിവേഷന്റെ നിലവാരമാണ് അവിടെ വരുന്നത്. അപ്പോൾ D ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് നോക്കാം. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അധ്യാപകനോട് ദേഷ്യം പ്രകടിപ്പിക്കാൻ സാധിക്കാത്തതിനാൽ പിന്നീട് തന്റെ സുഹൃത്തിനെ സഹായിക്കുന്നതിലൂടെ പ്രകടമാക്കുന്നത് ഏത് പ്രതിരോധ തന്ത്രമാണ്? അപ്പോൾ 12ാം ക്ലാസ്സിൽ +2 പഠിക്കുന്ന ഒരു കുട്ടി അധ്യാപകനോട് ദേഷ്യം പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല. അപ്പൊ നേരെ എന്ത് ചെയ്യുന്നു? സുഹൃത്തിനെ ശകാരിക്കുന്നു. എന്താണ്? ഒരു സംശയവും വേണ്ട, ഏതായിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം, ഈ ഡിഫൻസ് മെക്കാനിസം തന്നെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ അത് പഠിച്ചിട്ട് പോകാം. അതുപോലെ എന്താണ്? പ്രൊജക്ഷൻ പഠിച്ചിട്ട് പോകാം. റാഷണലൈസേഷൻ, റിഗ്രഷൻ, ഇതൊക്കെ എന്താണ്? നിരന്തരം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളതാണ് കേട്ടോ. അതൊക്കെ നോക്കി പോകാം. ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് അല്ലെ. ഒരാളോട് ദേഷ്യം തീർക്കാൻ പറ്റാത്തത് വേറൊരാളോട് പോയിട്ട് എന്ത് ചെയ്യുക? തീർക്കുക. അതിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. റാഷണലൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ
ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ് ന്യായീകരിക്കലാണ്. തൻ്റെ ഒരു കുറവ് അല്ലെങ്കിൽ തനിക്ക് പറ്റാത്തൊരു കാര്യം അത് ന്യായീകരിച്ചുകൊണ്ട് പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയാണ് അല്ലേ, ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമ്പോൾ അവന്റെ കുഴപ്പം കൊണ്ടാണ്, പക്ഷെ അവനെ ന്യായീകരോ പുറത്താക്കിയത് നന്നായി, എനിക്ക് കാഴ്ചകളൊക്കെ കാണാലോ, അപ്പൊ അതിനൊരു ന്യായീകരണമാക്കി എടുക്കാം. അതുപോലെ റിഗ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പഴയ കാലത്തിലേക്ക് പോവുക അല്ലെ, പഴയ ചെറുപ്പത്തിൽ നല്ല കുട്ടികൾ ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ചെയ്യാൻ റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ നിഷേധം നടന്നിട്ടുണ്ടെങ്കിൽ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 2 കുട്ടികൾ ഒരേ രീതിയിലും നിരക്കിലും പഠിക്കുകയും വളരുകയും ചെയ്യില്ല. എന്താണ്, 2 കുട്ടികൾ ഒരേ രീതിയിലും നിരക്കിലും പഠിക്കുകയും വളരുകയും ചെയ്യില്ല എന്ന് മനുഷ്യ വികാസത്തിന്റെ ഏത് തത്വത്തിലാണ് പ്രതിപാദിക്കുന്നത്? ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്, ഡെവലപ്മെന്റ് ഈസ് സ്പൈറൽ, അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ്. ഇംഗ്ലീഷും കൊടുത്തിട്ടുണ്ട്, മലയാളം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇപ്പൊ കഴിഞ്ഞ പരീക്ഷന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ എന്താണ്, 2 കുട്ടികളും ഒരേ രീതിയിൽ പഠിക്കുന്നില്ല എന്ന് പറയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കേൾക്കാം, എന്താണ്, പ്രിൻസിപ്പിൾ ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് അല്ലെ, വ്യക്തി വ്യത്യാസങ്ങളുണ്ട്. അതായത് ആ വ്യക്തി ഒരു പേഴ്സൺ എന്തുണ്ട്, ഒരു പേഴ്സൺ തമ്മിലിട്ട് വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ആണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 126ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. അധ്യാപകൻ നൽകുന്ന ഹോംവർക്ക് സമയത്ത് ചെയ്യുന്ന വിദ്യാർത്ഥികളെ സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കുന്നു. അതായത് കൃത്യസമയത്ത് ഹോംവർക്ക് ചെയ്തു വരുന്ന കുട്ടികളെ എന്ത് ചെയ്യുന്നു, അധ്യാപകൻ സമ്മാനം നൽകി പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നീട് കൂടുതൽ വിദ്യാർത്ഥികൾ സ്ഥിരമായിട്ട് ഹോംവർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ അധ്യാപകൻ സമ്മാനം കൊടുക്കുന്ന കണ്ടപ്പോൾ ബാക്കിയുള്ള കുട്ടികൾ സ്ഥിരമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, ഹോംവർക്ക് ചെയ്യാൻ തുടങ്ങി. ഇത് ഏത് സിദ്ധാന്തത്തിന്റെ ഭാഗമാണ്? ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ്, ട്രയൽ ആൻഡ് എറർ തിയറി. ഏതാണ് സമ്മാനങ്ങളും ഇതൊക്കെ വരുന്നത്, റിവാർഡ് വരുന്നത്, റീഇൻഫോഴ്സ്മെന്റ് വരുന്നത്? കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ് അല്ലെ, സ്കിന്നറുടെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറിയിലാണ് എന്ത് പറയുന്നത്, ഈ പറയുന്ന റീഇൻഫോഴ്സ്മെന്റ് സംഭവങ്ങളൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ചോദ്യം ഈ രൂപത്തിലൊക്കെ വരാം കേട്ടോ. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഇതേപോലെ ഏതെങ്കിലും സിറ്റുവേഷൻസോ ഒക്കെ പറഞ്ഞിട്ടായിരിക്കാം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. 127ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വിദ്യാർത്ഥി കൂട്ടുകാരുടെ വികാരങ്ങൾ മനസ്സിലാക്കി ശരിയായ പ്രതികരണം നൽകുന്നു. എന്താ പറഞ്ഞത്, ഒരു വിദ്യാർത്ഥി കൂട്ടുകാരന്റെ ഇമോഷൻസ് മനസ്സിലാക്കി, അവന്റെ ഇമോഷൻസ് മനസ്സിലാക്കിക്കൊണ്ട് ശരിയായിട്ടുള്ള പ്രതികരണം നൽകുന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണോ, അതുപോലെ ഇൻട്രാ പേഴ്സണൽ ഇന്റലിജൻസ് ആണോ, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണോ, നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണോ, അതുപോലെ കൈനസെറ്റിക് ഇന്റലിജൻസ് ആണോ? ഏതാണോ? ഒരാളുടെ വികാരം മനസ്സിലാക്കാൻ കഴിയുന്നത് ഉറപ്പായിട്ടും എന്താണ്, വ്യക്തിയാന്തര ബുദ്ധിയാണ് അല്ലെ, ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ഇൻട്രാ പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുറിച്ച് തന്നെ എന്തുണ്ടാവുക, ഒരു ബോധം ഉണ്ടാവുക അല്ലെ, അതാണ് ഇൻട്രാ പേഴ്സണൽ. എങ്കിൽ ഇന്റർപേഴ്സണൽ വേറൊരാള് അയാളുടെ ഇമോഷൻസിനെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കുക എന്നുള്ളതാണ്. 28ാമത്തെ ചോദ്യം. ഒരു കുട്ടി ട്രാഫിക് ലൈറ്റിലൂടെ നിറങ്ങൾ തിരിച്ചറിയുകയും ഓരോന്നിനും വ്യത്യസ്തമായി പ്രതികരിക്കുകയും ചെയ്യുന്നു. ഗാഗ്നയുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട്, ഗാനയല്ല ഗാഗ്നെ കേട്ടോ, ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഗാഗ്നയുടെ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, ഒരു കുട്ടി ട്രാഫിക് ലൈറ്റുകൾ കാണുമ്പോൾ അതിന്റെ നിറവ്യത്യാസങ്ങൾ തിരിച്ചറിയുകയും ഓരോന്നിനും വ്യത്യസ്തമായി പ്രതികരിക്കുന്നു. അപ്പൊ ഇതെന്താണ്, ഇപ്പൊ ഉദാഹരണമായിട്ട് റെഡ് കണ്ടപ്പോൾ കുട്ടിക്ക് മനസ്സിലായി സ്റ്റോപ്പ് ചെയ്യണമെന്ന് അല്ലെ. അപ്പൊ റെഡ് കണ്ടാൽ, അപ്പൊ റെഡ് എന്ന കളർ സ്റ്റോപ്പ് ചെയ്യണം, മനസ്സിലാക്കി. അതുപോലെ ഗ്രീൻ കണ്ടാൽ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അതുപോലെ യെല്ലോ കണ്ടാൽ റെഡി ആയിട്ട് നിൽക്കാം അല്ലെ. ഇത് കുട്ടി തിരിച്ചറിയുന്നു. അപ്പൊ ഓരോന്നിനും ഓരോ ഇതുണ്ട്, ഓരോ തിരിച്ചറിവ്, ഓരോന്നും വേർതിരിച്ച് കുട്ടി മനസ്സിലാക്കുന്നത് ഏതാണ്? സിഗ്നൽ ലേണിംഗ് ആണോ, ചെയിനിങ് ആണോ, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണോ, കൺസെപ്റ്റ് ലേണിംഗ് ആണോ? ഓരോന്നും ഇത് ത്രികോണമാണ്, ഇത് വൃത്തമാണ്, പച്ച ഇന്നതിനുള്ളതാണ്, മഞ്ഞ ഇന്നതിനുള്ളത് കുട്ടി മനസ്സിലാക്കുന്നു. സോ അതെന്താണ് കിട്ടിയിട്ടുണ്ടാവും, മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ ആണ് കേട്ടോ. ഓരോന്നിന്റെയും ഓരോ സംഭവം കുട്ടിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ എന്താണ്, വേറെ വേറെ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു ലേണിംഗിന്റെ പടിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിനെയാണ് മൾട്ടിപ്പിൾ ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. 129ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ പറയുന്നവർ ഏതാണ് ചെയിനിങ്ങിന്റെ ഉദാഹരണം അല്ലാത്തത്? ഇതും ഗാഗ്നയുടെ തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഗാഗ്നയുടെ തിയറിയിൽ ആ സ്റ്റേജുകൾ നിങ്ങൾ കൃത്യമായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ആ സ്റ്റേജിൽ വരുന്ന കുട്ടിക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളും പഠിച്ചു വെക്കണം. നമ്മുടെ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമുക്ക് അതിന്റെ കോഡോ കഥകളോ ഒന്നും പറയാൻ നമുക്ക് സമയമില്ല, കാരണം ഇത്രയും ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് എത്തേണ്ടതുണ്ട്. അപ്പോൾ വീഡിയോ ലെങ്ത് ആയി പോവുകയും ചെയ്യും. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ കാണാം. അപ്പോൾ ചെയിനിങ് എന്ന് പറയുന്നത് എന്താണ്, ഉദാഹരണമല്ലാത്തതാണ് ചെയിനിങ് എന്ന് പറയുന്നത്. ചെയിനിങ് അല്ലെ, ഓരോ കാര്യങ്ങളും ഘട്ടം ഘട്ടം കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്യാം. അതാണ് ചെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കഥയിൽ തന്നെ നമ്മളവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ATM കാർഡിന്റെ ഒരു സംഭവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ATM കാർഡ്
ക്യാഷ് കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് ഓർഡർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ചെരുപ്പിന്റെ കയർ എന്ന് പറഞ്ഞാൽ ചെരുപ്പിന്റെ ലേസ് ഉണ്ടല്ലോ, അത് കെട്ടുന്നത് ഘട്ടം ഘട്ടമായി പഠിക്കലാണ്. ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. പിന്നെ നൃത്തത്തിന്റെ സ്റ്റെപ്പുകൾ ക്രമത്തിൽ പഠിക്കൽ, കണ്ടു, ഇതൊക്കെ ഘട്ടമാണ്. കീബോർഡിൽ ടൈപ്പിംഗ് പഠിക്കൽ, ഇതും അങ്ങനെ തന്നെയാണ്. 4 വശമുള്ള രൂപത്തെ സ്ക്വയർ എന്ന് പറയുന്നു. 4 വശമുള്ള രൂപത്തെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഒക്കെ നമുക്കറിയാം, ആ കൃത്യമായിട്ട് എന്താണ് ആ ഓർഡർ അനുസരിച്ച് ഘട്ടം ഘട്ടമായ കാര്യങ്ങൾ പഠിക്കുന്നു അല്ലെ. അപ്പോൾ ഇത് അല്ലെങ്കിൽ ആ സ്റ്റെപ്പ് ബൈ ആയിട്ട് കുട്ടികൾക്ക് അറിയാൻ സാധിക്കും, ചെയ്യാൻ പറ്റുന്നു. സോ ആദ്യത്തെ 3 എന്താണ്? ചെയിനിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷേ ഈ ഡി പറയുന്ന ആൻസർ നോക്കിയേ, 4 വശമുള്ള രൂപത്തെ സ്ക്വയർ എന്ന് പറയുന്ന ആ സ്ക്വയർ എന്ന ഒരു ആശയം കുട്ടി അവിടെ എന്ത് ചെയ്യാണ്? പഠിക്കുകയാണ് അല്ലെ. അപ്പോൾ അത് ഇതിനകത്ത് പെടുന്നതല്ല, കൺസെപ്റ്റ് ലേണിംഗ് നമുക്ക് പെടുത്താവുന്നതാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഡി ആണ്, ഉദാഹരണമല്ലാത്തതാണ്, ചെയിനിങ്ങിന്റെ ഉദാഹരണമല്ലാത്തതാണ്. 130ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് സിഗ്നൽ പഠനമല്ലാത്തത്? ഇതും ഗാഗിനയുമായി ബന്ധപ്പെട്ടതാണ്. ഗാഗിനയുടെ ചോദ്യ ശൈലികളൊന്ന് മാറ്റി നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് കേട്ടോ. അതിനാണ് ഇത്തരം ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നത്. താഴെ പറയുന്നതിൽ ഏതാണ് സിഗ്നൽ പഠനമല്ലാത്തത്? സിഗ്നൽ പഠനം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഓക്കെ, വലിയ ശബ്ദം കേട്ടപ്പോൾ പേടിക്കൽ അല്ലെ. അമ്മനെ കാണുമ്പോൾ കുട്ടിക്കറിയാ, അത് സിഗ്നൽ ലേണിംഗിന് എക്സാമ്പിൾ ആണ്. വലിയ ശബ്ദം കേൾക്കുമ്പോൾ പേടിക്കുക, അപ്പൊ അതെന്താണ്? സിഗ്നലാണ്. വലിയ ശബ്ദം എന്നൊരു സിഗ്നലാണ്. നായക്ക് ബെല്ല് കേട്ടാൽ തലയോ വരുന്നത് അല്ലെ, സിഗ്നലാണ്. വെളിച്ചം കണ്ടാൽ കണ്ണിറക്കൽ, പെട്ടെന്ന് ലൈറ്റ് അടിക്കുമ്പോൾ കണ്ണിറക്കില്ലേ, അതൊരു സിഗ്നലാണ്. ജസ്റ്റ് സംഭവം വരുമ്പോൾ നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഗുണന സൂത്രം പഠിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തല്ല? അത് ഈ പറയുന്ന സിഗ്നൽ ലേണിംഗിൽ ഉൾപ്പെടുന്നതല്ല. സോ ഇതിനകത്ത് പഠനമല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസറിലേക്ക് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ. 131ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ സർഗാത്മകതയുടെ അഥവാ ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാന ഘടകം ഏതാണ്? ഏതാണ് അടിസ്ഥാന ഘടകമായിട്ട് വരുന്നത്? ഫ്ലുവൻസി ആണോ, ഡൈവർജന്റ് തിങ്കിങ് ആണോ, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവിംഗ് ആണോ, പിന്നെ മുകളിൽ പറഞ്ഞതെല്ലാമാണ്? ഒരു ക്രിയേറ്റിവിറ്റിക്ക് അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നതൊക്കെ എന്ത് ചെയ്യപ്പെടും? ഫ്ലുവൻസി വേണം, പുതുമയുടെ ഒഴുക്ക് വേണം, അതുപോലെ ഡൈവേർജന്റ് തിങ്കിങ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള ചിന്ത വേണം, പ്രോബ്ലം സോൾവിങ്ങിനുള്ള കഴിവ് വേണം. അപ്പോൾ മുകളിൽ പറഞ്ഞതെല്ലാം എന്താണ്? ഇതിന്റെ ഘടകങ്ങളിൽ പെടുന്നതാണ്, ക്രിയേറ്റിവിറ്റിയുടെ ഘടകങ്ങളിൽ പെടുന്നതാണ്. 132ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളും ആൻസർ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ വിശ്വാസം കേട്ടോ. ദ്വിഘടക സിദ്ധാന്തത്തിൽ അഥവാ 2 ഫാക്ടർ തിയറിയിലെ സ്പെസിഫിക് ഫാക്ടർ എങ്ങനെ രൂപപ്പെടുന്നു എന്നാണ് സ്പിയർമാൻ പറയുന്നത്. സ്പിയർമാന്റെ ഇന്റലിജൻസ് തിയറിയിൽ 2 ഫാക്ടർ തിയറിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ഫാക്ടർ, അതുപോലെ തന്നെ ജനറൽ ഫാക്ടർ എന്നുള്ളത് അല്ലെ, GS രണ്ടും ഓർത്ത് നോക്കുക. അപ്പൊ ഇതിനകത്ത് എന്താണ് ഇത് പറയുന്ന സ്പെസിഫിക് അഥവാ എസ് ഫാക്ടർ എന്ന് പറയുന്നത് എവിടെ നിന്നുണ്ടാകുന്നതാണ്? പരിസ്ഥിതിയിൽ നിന്നുണ്ടാകുന്നതാണ്. മറ്റേത് G ഫാക്ടർ ജന്മനാൽ ഉണ്ടാകുന്നതാണ് കേട്ടോ, ജനറൽ ഫാക്ടർ എന്ന് പറഞ്ഞത്. ഓക്കെ, ബി ആണ് കറക്റ്റ് ആൻസർ. 133ാമത്തെ ക്വസ്റ്റ്യൻ, വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വികസിപ്പിച്ചെടുത്ത വിദ്യാർത്ഥികൾക്കുള്ള വായനാ പരിശീലനം അറിയപ്പെടുന്നത് എന്താണ്? ഏത് രൂപത്തിലാണ് അതിനറിയപ്പെടുന്നത്? അത് വൈഗോട്സ്കിയുടെ ആശയത്തിൽ നിന്നും കൊണ്ടുവന്ന സംഭവമാണ്. പക്ഷെ വൈഗോട്സ്കി അല്ല അത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത്. ഏതാണ് കറക്റ്റ് ആൻസർ? റെസിപ്രോക്കൽ ടീച്ചിങ് എന്നുള്ളതാണ് അല്ലെ. ഒരു എന്താണ് കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് വരുന്നത്. കുട്ടി ഒറ്റയ്ക്ക് പഠിക്കുന്നില്ല, കുട്ടി ഒരു പാസേജ് വായിക്കുന്നു, അതിന്റെ ചോദ്യം ചോദിക്കുന്നു, അതിനെ ക്ലാരിഫൈ ചെയ്യുന്നു, പിന്നെ സമ്മറൈസിങ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ള ഒരു പഠനമാണ്. വൈഗോട്സ്കിയുടെ ആശയവും അത് തന്നെയാണ് അല്ലെ. അപ്പൊ അദ്ദേഹത്തിന്റെ ആശയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആൻ ബ്രൗണും അതുപോലെ പലിൻസ്കറുമാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ആശയമാണ്, പക്ഷെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ആൻ ബ്രൗണും പലിൻസ്കറുമാണ്. ഈ റെസിപ്രോക്കൽ ടീച്ചിങ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് വൈഗോട്സ്കിയുടെ സിദ്ധാന്തങ്ങളെ ആശയം അതിൽ നിന്ന് എടുത്തിട്ടുള്ള സംഭവമാണെന്ന് മാത്രം. അപ്പൊ എ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. 134ാമത്തെ ക്വസ്റ്റ്യൻ, പഠനം തുടക്കത്തിൽ മന്ദഗതിയിലും പിന്നീട് ഉയരുകയും ചെയ്യുന്നു. ഇത് ഏത് തരം പഠനവക്രമാണ്, ഏത് തരം കർവാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ കർവുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, പഠനവക്രങ്ങൾ അല്ലെ. ഒരു കൊച്ച് തുടക്കത്തിൽ അധികം പഠിക്കുന്നില്ല, പക്ഷെ പിന്നീട് എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു അല്ലെ. ചില കുട്ടികൾ ആദ്യം നന്നായിട്ട് പഠിക്കും, പിന്നീട് പഠിക്കില്ല, അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ ആദ്യം പഠിക്കുന്നില്ല, മന്ദഗതിയിലാണ്, പിന്നീട് പഠിക്കുന്നുണ്ടെങ്കിൽ അതിനെ എന്താ പറയാ? കോൺകേവ് കേവ് എന്നാ പറയാ. ആദ്യം നന്നായിട്ട് പഠിക്കുന്നു, പിന്നീട് കൊച്ച് താഴേക്ക് പോകുന്നെങ്കിൽ അതിനെ കോൺവെക്സ് കേവ് എന്നാണ് പറയുന്നത് കേട്ടോ. ആ ലേണിംഗ് കേവിന്റെ പാഠഭാഗവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ബുദ്ധി സിദ്ധാന്തത്തിൽ നിന്നാണ് വൈകാരിക ബുദ്ധിയുടെ ഇമോഷണൽ ഇന്റലിജൻസ് ആശയം ഉള്ളെടുത്തത്?
ഏത് സിദ്ധാന്തത്തിൽ നിന്നാണ് ഈ പറയുന്ന ബുദ്ധിയുടെ ഇമോഷണൽ ഇന്റലിജൻസ് എടുത്തിട്ടുള്ളത്? 2 ഫാക്ടർ തിയറി, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, മൾട്ടി ഫാക്ടർ, ഗ്രൂപ്പ് ഫാക്ടർ. ഇമോഷണൽ ഇന്റലിജൻസ് നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്താ സംഭവം എന്നുള്ളത് അല്ലേ? സ്വന്തം വികാരങ്ങളെയും മറ്റുള്ളവരുടെ വികാരങ്ങളെയും തിരിച്ചറിയാൻ സാധിക്കണം. സോ അത് എന്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളതാണ്? മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ നിന്നുള്ളതാണ് കേട്ടോ. കറക്റ്റ് ആൻസർ ബി ആണ്. മൾട്ടിപ്പിൾ, ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ നിന്നാണ്. അതിൽ നിന്ന് വരുന്ന ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ തന്നെ തിരിച്ചറിയുക അല്ലെ, അവന്റെ കഴിവുകളും അവന്റെ കാര്യങ്ങളും ഇതാക്കുക. അതാണ് ഇൻട്രാപേഴ്സണൽ എന്ന് പറയുന്നത്. അതും പ്ലസ് ഇന്റർപേഴ്സണൽ, അവനെ മാത്രം തിരിച്ചറിഞ്ഞാൽ പോരാ, ചുറ്റുമുള്ളവരെയും അവൻ എന്ത് ചെയ്യണം? തിരിച്ചറിയണം. അത് തന്നെയാണ് ഇമോഷണൽ ഇന്റലിജൻസിലും പറയുന്നത് കേട്ടോ. അപ്പോൾ 3 ഘടകങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. സോ മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഹവാർഡ് ഗാർണറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന തിയറിയിൽ നിന്നാണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന തിയറിയെ എടുത്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആകട്ടെ അല്ലേ. അപ്പോൾ നിങ്ങളുടെ മാർക്ക് താഴെ കമന്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എക്സാം അടുപ്പിച്ചിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ കൂടി അടുത്ത ക്ലാസ്സുകൾ വീഡിയോസ് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.